അപ്പോൾ നമുക്ക് നമ്മളെ സ്കൂൾ ജീവിതം ഒന്ന് പങ്കുവെച്ചാൽ എൻ്റെ സ്കൂൾ ജീവിതം ഞാൻ പങ്കുവെക്കാൻ പോകും കേട്ടോ. എനിക്ക് 45 വയസ്സ് വരെ എനിക്കെൻ്റെ സ്കൂൾ ജീവിതത്തിനെ പറ്റി ചെറുതായിട്ട് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമാക്കി സ്കൂൾ ജീവിതം ആലോചിച്ചാൽ. SLC പരീക്ഷ കഴിഞ്ഞ് പോരുമ്പോൾ എല്ലാ കുട്ടികളും കരഞ്ഞപ്പോൾ ഞാനൊക്കെ ചിരിച്ച് നോക്കിയിരുന്നു, എന്തിനപ്പോൾ ഇവരൊക്കെ കരയുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം കേട്ടോ, ഒരിക്കലും പിന്നെ നമുക്ക് ആ ജീവിതം ഉണ്ടാവില്ല എന്നുള്ളത്. അത്ര ബുദ്ധി അന്നുള്ള കാലത്തുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, അന്നത്തെ മാതിരിയല്ലല്ലോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരു 15, 20, 30 വർഷത്തിന് ശേഷം 30 വർഷത്തിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഒരു സംഗമം ചേർന്നത്. അപ്പോൾ അവിടെ ചേർന്നപ്പോൾ കുറച്ച് കുട്ടികളെ കണ്ടിട്ടുള്ളൂ, ഫുള്ള് കുട്ടികളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ സ്വപ്നം കാണും, എൻ്റെ സ്കൂൾ ജീവിതം സ്വപ്നം കാണും, എക്സാം എഴുതുന്നത്, മാഷന്മാർ, എൻ്റെ കൂട്ടുകാരികളൊക്കെ സ്വപ്നം കാണും. എനിക്ക് ഭയങ്കര ഇവിടെ എന്തോ ഒരു വേദന കേട്ടോ, ഉറക്കത്തിലൊക്കെ നീച്ചാടിയിരിക്കും, അത്ര വേദന. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടി പോലെ കാണണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു സംഗമം കൂടി വെച്ചിട്ട് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ അന്ന് ചെന്നപ്പോൾ അവർ എന്താ മൈക്കേക്കണായിരുന്നു പാട്ട് വെച്ചിരുന്നു. ആ പാട്ട് കേട്ട് കുറേ കരഞ്ഞ് പോകുന്നതാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആ പാട്ട് ഇപ്പോഴും ഓർത്ത് ഞാൻ ഒന്ന് ചൊല്ലി നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെക്കണേ. എനിക്ക് ചൊല്ലാനൊന്നും അറിയില്ല, അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ ഞാൻ ചൊല്ലുന്നത്. ചൊല്ലി നോക്കട്ടെ. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നാരാ നെല്ലി മരമൊന്നുലയ്ക്കുവാൻ മോഹം, മരമൊന്നുലയ്ക്കുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്നു തിന്നുവാൻ മോഹം, അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പൊളിയും മാധുര്യവും നുകരുവാനിപ്പോഴും മോഹം, നുകരുവാനിപ്പോഴും മോഹം. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. താങ്ക് യു. അപ്പോൾ നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ. താങ്ക് യു. ഇത്ര നേരം എന്നെ സഹായിച്ചേനാട്ടെ ഞാൻ താങ്ക് യു പറഞ്ഞു. ഓക്കെ.